ബാലമാമ എന്ത് തീരുമാനിച്ചാലും ഞാനതനുസരിക്കും. പിന്നെ കരയോക്കാരുടെ മുന്നിൽ വെച്ച് ഞാൻ പറയാം, എനിക്ക് ഇവരുടെ ഒന്നും വേണ്ട. ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട. എനിക്ക് കുറച്ച് സമാധാനം വേണം. മനസ്സമാധാനത്തോടെ അരവിന്ദേട്ടന്റെ കൂടെ എനിക്ക് ജീവിച്ചാ മതി. എനിക്ക് അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട. ബാലമാമൻ എന്നോട് ക്ഷമിക്കണം. മോള് വിഷമിക്കണ്ട. എടോ ശാന്തപ്പ, ഒന്നും ചെയ്യാനല്ലെങ്കിൽ കൂടി താൻ എന്റെ ചാരുമോളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിച്ചല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. എന്നാ പിന്നെ മുതലാളി ശാന്തപ്പ ചെല്ല്. ശരി, കാണാം. പ്രസിഡന്റ്, പിന്നെ നമ്മുടെ കരയോ ഓഡിറ്റോറിയം പുതുക്കിയ പണിയതിന്റെ പടിയേ നാളെ തുടങ്ങാനിരിക്കുക. നാളെ രാവിലെ ജോലിക്കാരിക്ക് എത്തും. അവിടെ ഉണ്ടാവണം. തന്റെ പാർട്ടിയുടെ പേരെന്താന്ന് പറഞ്ഞേ? KCTU. അതിന്റെ അടുത്ത മീറ്റിംഗ് എന്നാ? അത് 16-ാം തീയതി. 16-ാം തീയതി. അപ്പൊ നമുക്ക് 16-ാം തീയതി കാണാം. അതിന്റെ പുതിയ പ്രസിഡന്റ് ഞാനാണല്ലോ. കാണാപ്പോ എന്ത് പാടി നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇറങ്ങടി, ആ കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറ. ഇറങ്ങോട്. മോള് ചെല്ല്. എങ്ങനെയാ ഞാൻ വിശ്വസിക്കേണ്ടേ? നിങ്ങൾ ഇതുവരെ ഒരു കാര്യമെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. നിന്റെ കല്യാണത്തിന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാ അവിടെ പറഞ്ഞത്. അത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, എനിക്കൊന്നും വേണ്ടാന്ന്. ദേ, കല്യാണം എന്റെയാ, അത് തീരുമാനിച്ചത് ബാലമാമനും. ദേ, നിങ്ങൾ ആരും ഇടപെടണ്ട. ഒന്നില്ല.